സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്ന് റംബുട്ടാൻ വിളവെടുക്കുന്ന വളരെ സന്തോഷമുള്ള ദിവസം കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിൽ ജനുവരി ഫെബ്രുവരിയിലൊക്കെ പൂവിടുന്നത് ഞങ്ങൾക്ക് നവംബർ ലാസ്റ്റ് ആയപ്പോൾ, അതായത് ഡിസംബർ തുടക്കത്തിൽ തന്നെ പൂവിട്ട് കായ്ച്ചു. അതുകൊണ്ട് ഇപ്പം നമ്മൾ മെയ് മാസം പകുതി ആയപ്പോഴത്തേക്ക് നമ്മളിത് വിളവെടുക്കുകയാണ്. കാരണം മഴ വരുന്നതിന് മുന്നേ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുകയും ചെയ്യും, കാവൊഴിച്ചിലൊക്കെ പോകും. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത് റംബുട്ടാനിൽ N80 ഇനമാണ്. ഈ ഇനത്തിന് പ്രത്യേകിച്ച് നല്ല മധുരം ഉണ്ടാവും, മാംസഭാഗം കൂടുതലാണ്, പിന്നെ തൊലിക്ക് കട്ടി കുറവാണ്. പെട്ടെന്ന് പൂക്കാനും കഴിക്കാനും ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ വിളവെടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരു മെയ് ലാസ്റ്റോട് കൂടി നമ്മൾ ചുറ്റുമൊന്ന് ശിഖരങ്ങൾ കോതി. പ്രൂണിങ് വലിയ ഘടകമാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം ജൂൺ ജൂലൈ മുതൽ മഴ തുടങ്ങി. ഈ മഴയത്ത് ശിഖരങ്ങളും ഉപശിഖരങ്ങളുമായിട്ട് നന്നായി ചെടി നല്ല പച്ചപ്പോടെ വളർന്നു വന്നു. അതാണ് പിന്നെ ചെയ്തത് വെച്ചാൽ ജൂൺ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരു ബക്കറ്റ് പച്ചച്ചാണകക്കുഴമ്പ് ചുറ്റും ഒഴിച്ചു കൊടുത്തു. തെങ്ങിനോട് ചേർന്നാണ്, തെങ്ങിൻ്റെ വളം ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും. ചുറ്റും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്തൊരു വളമെന്ന് വെച്ചാൽ നമ്മൾ ചാരം, പൊട്ടാഷ് നിർബന്ധമാണ് ഫലവൃക്ഷങ്ങൾക്ക് പൂടാനും കായ്ക്കാനൊക്കെ. അത് ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് ചുറ്റും വെതറിയതിന് ശേഷം ലേശം മണ്ണും വെതറി കൊടുത്തു. ഈ ഒരു 2 വളപ്രയോഗം ശരിക്കും ചെയ്തിട്ടുള്ളൂ. പിന്നെ നനയൊരു പ്രത്യേക ഘടകമാണ്. ഈ സമയങ്ങളൊന്നും നനയ്ക്കരുത്. പ്രത്യേകിച്ച് ചെടിക്ക് നല്ല സമ്മർദ്ദം കൊടുക്കണം. ഫെബ്രുവരി മുതലാണ് ഒരു 3 മാസം നനച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കാവൊഴിച്ചിൽ മാറാനും പൂപിടുത്തം കൂടാനൊക്കെ ആ സമയത്ത് നല്ലതാണ്. ഈ ഒരു കാര്യം മാത്രം ചെയ്തുള്ളൂ. എനിക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ 35 കിലോയോളം വിളവ് കിട്ടി. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വിളവെടുപ്പ്? കണ്ടില്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് നല്ല എന്താ പറയുക, ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് വീട്ടിലുള്ള പരിമിതി ഒന്നുകൊണ്ട് ഒരു റംബുട്ടാനോ മാങ്കോസ്റ്റിനോ അല്ലെങ്കിൽ മാവോ പ്ലാവോ ഒക്കെ നട്ടാൽ ഇതിൻ്റെ പരിപാലനം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. കുറച്ച് നമുക്ക് വിളവ് കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? നല്ലൊരു മായവും ഇല്ലാത്ത ഇതുപോലെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ സിറ്റിയിലുള്ളവർക്കൊക്കെ ഇതേപോലെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.